ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോഴേ ഒരു വീഡിയോ ഞാൻ വരുന്നത് നമ്മളെല്ലാം മിക്ക കുടുംബങ്ങളിലും ഇന്ന് ഗുരുതരമായി ബാധിക്കുന്നൊരു വിഷയമാണ് കേട്ടോ. നമുക്കറിയാം, ഒരു കാലത്ത് യുവാക്കൾ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചാൽ എവിടെയെങ്കിലും പോയി പെണ്ണ് കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ രണ്ടാമത്തെ പെണ്ണ് കണ്ടു, അല്ലെങ്കിൽ മൂന്നാമത്തെ പെണ്ണ് കണ്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വിവാഹം കഴിക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നു. ഇപ്പം അതിനെല്ലാം മാറ്റം വന്നു കേട്ടോ. ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം, പലയിടത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അറേഞ്ച്മെൻറ്റ് വിവാഹമല്ല. കാരണം യുവാക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു, ആ കല്യാണം അവർ നടത്തുന്നു. അതേ രീതിയിലേക്ക് നമ്മുടെ കാലം, പ്രത്യേകിച്ച് കേരളത്തിൽ, പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബ മഹിമയ്ക്കോ അപ്പം ചിലപ്പം നമുക്ക് യോജിച്ചോ ആയാൽ ഫാമിലി അല്ലായിരിക്കാം. നമ്മൾ സാധാരണ കുടുംബക്കാർ എന്ന് പറഞ്ഞാണ്. നമുക്കിപ്പോൾ എനിക്ക് നല്ല സാമ്പത്തികമുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, അപ്പോൾ എൻ്റെ മകളെ ഇതിനടുത്തേക്ക് മാത്രമേ ഞാൻ പറഞ്ഞു വിടുകയുള്ളൂ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ തിരിച്ചുമാകാം, എനിക്ക് സാമ്പത്തിക ശേഷി ഇല്ല, അപ്പോൾ എനിക്ക് കൊക്കിലൊതുങ്ങുന്ന ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ കിട്ടുന്ന മാത്രം ഞാൻ പ്രതീക്ഷിച്ച് കഴിയുന്നവരും അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷെ ഇന്നിപ്പം നടക്കുന്നത്, ഒരു കാരണവശാലും അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ആലോചിച്ച് കുടുംബക്കാർ തമ്മിൽ ബന്ധപ്പെട്ട് നടത്തുന്ന കല്യാണത്തിന് എണ്ണം കുറയുക. അഥവാ തന്നെ അങ്ങനെ നടക്കുന്ന കല്യാണം സ്റ്റേജിൽ നടന്നാൽ നടന്നു എന്നും പറയാം. അങ്ങനെയായി നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു യുവാവിനെ നേരത്തെ അവർ തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഒരു പക്ഷേ മാതാപിതാക്കളൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ സംഭവം. അവസാന ഘട്ടത്തിലാണ് ഒരു ആലോചന. നമ്മൾ ഒരു പെണ്ണ് എവിടെ കല്യാണം കഴിപ്പിക്കണമല്ലോ, ചിലപ്പം വിദേശത്തായിരിക്കും ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി ഇല്ലാതാക്കി. അപ്പം ഇന്ന് കാലം മാറി, ഒരു പരിധി വരെ നല്ല കാര്യമാണ് എന്ന് പറയുന്നത്. ഇത് ദൂഷ്യഫലങ്ങളും ഉണ്ട്. കാരണം എപ്പോഴും അറേഞ്ച്മെൻ്റ് കല്യാണത്തിനാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ പലരും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, മഹിമ കാരണം ഇത് തയ്യാറാതെ വരുമ്പോൾ കുട്ടികളത് അല്ലെങ്കിൽ യുവതികളത് തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ ഇടയിൽ കണ്ടുവരും. മനസ്സിലായില്ലേ? ഇന്ന് യുവാക്കൾ, നൂറുകണക്കിന് യുവാക്കളാണ് ഇന്ന് വിവാഹം കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. 27 വയസ്സ് മുതൽ 28, 29, 30, 35 വയസ്സ് വരെ ഇങ്ങനെ നിൽക്കുന്ന നിരവധി യുവാക്കൾ നമുക്ക് തന്നെയാണ്. കല്യാണം ആലോചിച്ച് നമ്മുടെ ഒരു വീടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഒരു സപ്പോർട്ട് ചെയ്യും. കുഴപ്പമൊന്നുമില്ല, എൻ്റെ മോളെ ആലോചിക്കാം എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ആലോചിച്ച് അതിൻ്റെ റിസൾട്ട് വരാതെ കാത്തു നിൽക്കുന്ന നിരവധി യുവാക്കളുമുണ്ട്. കാരണം മാതാപിതാക്കൾക്ക് മറുപടി പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. ആ രീതിയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പരിധി വരെ അവർ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കുടുംബ മഹിമയോ പൈസയുടെ ഗമയോ ഇതൊന്നും ഇവരിരുകൂട്ടും തിരഞ്ഞെടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഒരു വിവാഹം കഴിക്കാൻ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ നിങ്ങൾ ഒന്നും തരണ്ട, നിങ്ങളുടെ കുട്ടിയെ കെട്ടിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഇന്ന് യുവാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതും ഒരു സത്യമാണ്. അതും നല്ലതാണ്. നമ്മളതിനെ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. കാരണം ഒരു വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുരിതം കഴിഞ്ഞ കാലങ്ങളിൽ വലുതായിരുന്നു. ഇന്നിപ്പോൾ 10 പവൻ്റെ സ്വർണം മേടിക്കാൻ, അല്ലെങ്കിൽ ഇന്ന് അനുഭവിക്കുന്നതും 10-15 ലക്ഷം രൂപയിലും വേണം ഏറ്റവും കുറഞ്ഞ ഒരു 10 പവൻ്റെ സ്വർണം. അതിലൊക്കെ മോളിപ്പോകും. അപ്പോൾ സാധാരണക്കാരനെ കൊണ്ടോ മറ്റുള്ള മിഡിലായിട്ട് ജീവിക്കുന്നതിനെ കൊണ്ട് പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഉടനടി വാർത്തയോട് പലരും ചോദിക്കുന്നുണ്ട്,
ഇതിന് പറയാൻ കാരണമുണ്ട്. ഉടനടി വാർത്തയുടെ നമുക്ക് ഏതാണ്ട് വാട്സപ്പ് ചാനലിൽ 3000-ലധികം അംഗങ്ങളുണ്ട്. അതിനകത്ത് ആയിരക്കണക്കിന് പ്രേക്ഷകരിലേക്ക് പോകും. നിങ്ങൾ വിവാഹ പരസ്യം കൂടെ തുടങ്ങത്തില്ലേ എന്ന് പലരും വിളിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അവരുടെ യുവതിയാണെങ്കിലും യുവാവാണെങ്കിലും അവരുടെ യോഗ്യത അനുസരിച്ചുള്ള പെൺകുട്ടികളെ കിട്ടുമെന്നുള്ള നിങ്ങൾക്ക് പരസ്യമായിട്ട് തന്നെ നമ്മൾ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതിനിടയ്ക്ക് സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുക. ഞാനിത് പറയാനുണ്ടായ കാരണം ഈ സമൂഹം എത്ര കണ്ട് ഉന്നതിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ യുവാക്കൾ ഇന്ന് വിവാഹം കഴിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ തൊഴിലില്ലാത്ത ഒരു യുവാവിനെ ഒരു യുവതി അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു വസ്തുത. അതുകൂടാതെ ഇനി വിവാഹം കഴിച്ചില്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നമില്ലെന്ന് ജീവിക്കുന്ന നിരവധി യുവതിയുണ്ട്, യുവാക്കളുമുണ്ട്. യുവാക്കൾ കുറവാണ്, യുവതികളാണ് അധികവും. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹം അറിയണം. കാരണം എന്നറിയാമോ, കാലത്തിൻ്റെ പോക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നമ്മുടെ സമൂഹം അറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്നില്ല, പലരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ പറയുന്ന കറക്റ്റായിരിക്കും. നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആരെ കുറ്റം പറയാനോ സമൂഹത്തിന് വേറെ രീതിയിലുള്ള വ്യാഖ്യാനം നടത്തുവാനോ ഒരു കാരണവശാലും എൻ്റെ വീഡിയോ ഇന്ന് വരെ ശ്രമിച്ചിട്ടുമില്ല, ഞാൻ നാളെ ശ്രമിക്കത്തുമില്ല. അതുകൂടി നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മാത്രം വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, താങ്ക് യു.